എത്രയും പെട്ടെന്ന് അവസാനമാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകമെങ്ങും ഉയരുന്നത്. കാരണം പാരീസിൽ വെച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണിന്റെ നേതൃത്വത്തിൽ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച നടന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു അഭ്യൂഹം ഉയർന്നു വന്നിരിക്കുന്നത്. എന്നാൽ ചർച്ച നടന്നില്ല എങ്കിലും യുദ്ധം സംബന്ധിച്ചാണോ എന്നതിൽ ഇതുവരെ വ്യക്തത വരുത്താത്തതിനാൽ പലതരത്തിലുള്ള ഊഹാപോഹങ്ങളാണ് ഇപ്പോൾ ലോകമെങ്ങും പ്രചരിക്കുന്നത്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായും യുക്രൈൻ നേതാവ് വ്ളോഡിമിർ സെലൻസ്കിയുമായും പാരീസിൽ കൂടിക്കാഴ്ച നടത്തിയതായിട്ടാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം. എന്നാൽ ത്രികക്ഷി ചർച്ചകൾക്ക് ശേഷം സംയുക്ത പ്രസ്താവനയൊന്നും പുറത്തു വന്നിട്ടില്ല എങ്കിലും സംഭാഷണത്തെ നല്ലതും പ്രതീക്ഷയുളവാക്കുന്നതും ആണെന്നായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം. 2019 തീപിടുത്തത്തിൽ വ്യാപകമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ച നോട്രഡാം കത്തീഡ്രൽ പുനരാരംഭിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനാണ് ട്രംപ് ശനിയാഴ്ച പാരീസിലെത്തിയിരുന്നത്. കഴിഞ്ഞ മാസം നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കമലാ ഹാരിസിനെ പരാജയപ്പെടുത്തിയതിനു ശേഷമുള്ള ട്രംപിന്റെ ആദ്യ വിദേശ സന്ദർശനം കൂടിയായിരുന്നു ഇത്. എലീസ കൊട്ടാരത്തിലെത്തിയ ട്രംപിനെ ഊഷ്മളമായിട്ടുള്ള വരവേൽപ്പോടെ മക്രോൺ ചേർത്ത് പിടിച്ച് സ്വീകരിച്ചു. മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച മക്രോൺ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാൻസ് ആതിഥേയത്വം വഹിക്കുന്നത് വലിയ ബഹുമതിയായി കരുതുന്നുവെന്ന് അദ്ദേഹം പ്രതികരിച്ചു. അതേസമയം മക്രോണുമായി ആദ്യം കൂടിക്കാഴ്ച നടത്താനിരുന്ന സെലൻസ്കി ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് അവിടെ എത്തിയത്. തുടർന്ന് 3 രാഷ്ട്രതലവന്മാരും ഏകദേശം 35 മിനിറ്റ് സമയം കൂടിക്കാഴ്ച നടത്തിയതായാണ് വിവരം. 3 പേരും പിന്നീട് മാധ്യമങ്ങളോട് സംസാരിക്കാതെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത ശേഷം നെട്രോഡാമിലേക്ക് പോയെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള പൊതുവായ പ്രവർത്തനത്തിലാണ് കൂടിക്കാഴ്ച ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്ന് എക്സിലെ ഒരു പോസ്റ്റിൽ മാക്രോൺ പറഞ്ഞിരുന്നു. പ്രസിഡന്റ് ട്രംപ് എല്ലായ്പ്പോഴും എന്നെ പോലെ നിശ്ചയദാർഢ്യമുള്ളയാളാണ്. ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഈ യുദ്ധം എത്രയും വേഗം നീതിപൂർവ്വം നല്ല രീതിയിൽ അവസാനിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കാനും സമ്പർക്കം പുലർത്താനും ഞങ്ങൾ സമ്മതിച്ചെന്നും സെലൻസ്കിയും എക്സിൽ കുറിച്ചു. തന്റെ പ്രചാരണ തെരഞ്ഞെടുപ്പിലുടനീളം അധികാരമേറ്റി 24 മണിക്കൂറിനുള്ളിൽ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് ആവർത്തിച്ച് വാഗ്ദാനം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണിന്റെ നേതൃത്വത്തിൽ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച അതീവ പ്രാധാന്യം ഉണ്ടായത് തന്നെയാണെന്നാണ് വിലയിരുത്തൽ. റഷ്യൻ യുക്രൈൻ യുദ്ധം നല്ല രീതിയിൽ അവസാനിക്കുമെന്ന സെലൻസ്കിയുടെ ആത്മവിശ്വാസം ഇതിന്റെ തെളിവാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട്. എന്നാൽ താൻ അധികാരത്തിലെത്തുമ്പോൾ യുക്രൈൻ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായം വെട്ടിക്കുറയ്ക്കുമെന്നുള്ള ട്രംപിന്റെ അന്നത്തെ പ്രഖ്യാപനവും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. പുടിനെ അദ്ദേഹം പിടക്കില്ല എന്നും അതിനാൽ സെലൻസ്കിക്ക് ചില വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കേണ്ടി വരുമെന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും യുദ്ധം ഇനി നീണ്ടുപോകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ലോക നേതാക്കളും വിലയിരുത്തുന്നത്. നവംബറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം മസ്ക് ഉൾപ്പെടെ കോളിൽ ട്രംപും സെലൻസ്കിയും ഫോണിൽ സംസാരിച്ചിരുന്നു. സെലൻസ്കിയും ട്രംപും സെപ്റ്റംബറിൽ ന്യൂയോർക്കിലെ ട്രംപ് ടവറിൽ വെച്ചും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചകളുടെ എല്ലാം പശ്ചാത്തലത്തിൽ ട്രംപിന്റെ തീരുമാനം തങ്ങൾക്ക് അനുകൂലമാകാമെന്ന നിലപാടാണ് യുക്രൈൻ സ്വീകരിച്ചിരിക്കുന്നത്. റഷ്യയെ പ്രതിരോധിക്കുന്നത് തുടരാൻ യുക്രൈന് എല്ലാ മാസവും ബില്യൺ കണക്കിന് ഡോളർ സാമ്പത്തികവും സൈനികവുമായ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് എത്തും മുമ്പ് യുക്രൈന് ഏകദേശം $1 ബില്യൺ മൂല്യമുള്ള യുദ്ധോപകരണങ്ങൾ നൽകുമെന്ന് പെന്റഗൺ ശനിയാഴ്ച പ്രഖ്യാപിച്ച വിവരവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ തങ്ങളുടെ നിലപാടുകൾ എന്തെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് യുക്രൈൻ. 1991 അതിർത്തികൾ പുനഃസ്ഥാപിക്കുക, റഷ്യ നഷ്ടപരിഹാരം നൽകുക, യുദ്ധക്കുറ്റങ്ങൾ നടത്തിയവരെ ട്രൈബ്യൂണൽ ഹാജരാക്കുക, ഇതൊക്കെയാണ് സെലൻസ്കിയുടെ പ്രധാന ആവശ്യങ്ങൾ. എന്നാൽ റഷ്യ യുക്രൈന്റെ ഈ നിർദ്ദേശങ്ങളെ വ്യാമോഹം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ ഡൊണസ്റ്റിക്സ്, ലുഗാൻസ്ക്, കോർസോക്ക്, സ്പോറോഷെ, ക്രിമിയ എന്നിവരുടെ റഷ്യൻ നിയന്ത്രണം അംഗീകരിക്കണമെന്നാണ് റഷ്യയുടെ ആവശ്യം. കൂടാതെ യുക്രൈനിൽ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുകയും സൈനികവൽക്കരണം അവസാനിപ്പിക്കുകയും ചെയ്യണമെന്നും റഷ്യ അടിവരയിട്ട് പറയുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടിൽ ഇളവ് കാണിക്കാത്തതിനാൽ ഒരു സമാധാന കരാർ സാധ്യമാവുക ദുഷ്കരമാണ്. അതിനാൽ തന്നെ ഇത് സംബന്ധിച്ച് ട്രംപിന്റെ തീരുമാനമായിരിക്കും ഏറെ നിർണായകമാകുന്നത്.